ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ISL. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ മോഹൻ ബഗാന്റെ ഒരു ഡോമിനേഷനാണ്. പ്രത്യേകിച്ച് ഈ സീസൺ നോക്കി കഴിഞ്ഞാൽ ISL ഷീൽഡും ISL കപ്പും ഒക്കെ വിൻ ചെയ്തു. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെയാണ്. ലൈക്ക് ഇപ്പോൾ ഒരു ബുണ്ടസ് ലീഗയിൽ ബയേണിൻ്റെയൊക്കെ ഒരു യാത്ര എങ്ങനെയെന്നുള്ളത് പോലെ പറയാം. പ്രത്യേകിച്ച് അവർ കാണിക്കുന്നൊരു കാര്യമാണ്. അപ്പം ലീഗിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരങ്ങളെ അടുത്ത സീസണിലേക്കും അവർ കൊണ്ടുപോകും. ഇത് ബയൺ ചെയ്യുന്ന കൂടി കാര്യമാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പം മോഹൻ ബഗാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മാത്രമേ മറ്റ് ക്ലബ്ബുകൾക്കും സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം അല്ല എന്നുള്ളതാണ്. അതിനും വേറെ മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ വിഷയം പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കമൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പം മോഹൻ ബഗാനെ പോലെ ആർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പം ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യും എന്നുള്ളത്. മോഹൻ ബഗാൻ 1ാമതും ബ്ലാസ്റ്റേഴ്സ് 8ാമതുമാണ് ഫിനിഷ് ചെയ്തെന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ വീഡിയോസിലൊക്കെ പൊതുവെ ഇടാറുള്ളത് ടീഷർട്ട്സ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഈ ജേഴ്സി ഒക്കെ ഇടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ഇടാനാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഷോപ്പ് ഫുട്ബോൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് എനിക്ക് ഫുട്ബോൾ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടീഷർട്ട്സ് അയക്കുന്നത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇറ്റലിയുടെ ഒരു ടീഷർട്ടാണ്. അതുകൂടാതെ ലിവർപൂളിൻ്റെ ഒരു ടീഷർട്ടും അർജന്റീനയുടെ ഒരു ജാക്കറ്റുമാണ് എനിക്ക് കിട്ടിയത്. സംഭവം എനിക്ക് ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ പോലും ഇടാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ടീഷർട്ട്സ് ആണിത്. ഇങ്ങനത്തെ ഫുട്ബോൾ ടീഷർട്ട്സ്, ജാക്കറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഷോപ്പ് ഫുട്ബോളിന്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഇടാം. ഓൾസോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം. അതുപോലെ ഹബീബി 20 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ നിന്ന് എന്ത് വാങ്ങിയാലും നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഫുട്ബോൾ ടീഷർട്ട്സ്, ജാക്കറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ വീഡിയോയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പം മോഹൻ ബഗാൻ വലിയ പണം കൊടുത്ത് ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരുന്നു. ഓക്കെ, അത് മറ്റു ക്ലബ്ബുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാന്ന് നോക്കാം. പക്ഷേ ഈ വിദേശ താരങ്ങളുടെ കാര്യത്തിലും മോഹൻ ബഗാൻ ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സിനെയാണ് തന്നെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ കാര്യത്തിലാണ് മറ്റ് ക്ലബ്ബുകൾക്ക്, കേരള ബ്ലാസ്റ്റേഴ്സിനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറയേണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ പോലൊന്നും സ്പെൻഡ് ചെയ്യേണ്ട. അതിന് താഴെയുള്ള ചില ക്ലബ്ബുകളുണ്ടല്ലോ, ഇപ്പം ഗോവയാണെങ്കിലും BFC ആണെങ്കിലും മുംബൈ സിറ്റി FC ആണെങ്കിലും ആ ഒരു ലെവലിലേക്കെങ്കിലും സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു ഷീൽഡ് റേസിൽ ഒരു ഫൈറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ വർഷം മോഹൻ ബഗാൻ വളരെ ശക്തമായിട്ട് സിറ്റിക്ക് ഒരു ഫൈറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ഗോവയ്ക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം BFCക്ക് ഈ സീസണിൽ ഇടക്കാലത്ത് ചില പ്രശ്നം പറ്റിയാണ്, അല്ലെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റിയേനെ. അതിനൊക്കെ അവരെന്താണ് ചെയ്തത്, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമുക്ക് മോഹൻ ബഗാന്റെ വിദേശ താരങ്ങളുടെ കാര്യം എടുക്കാം. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട അവരുടെ അറ്റാക്കേഴ്സ് ആണ്. മക്ലാറൻ ഉണ്ട്, കമ്മിങ്സ് ഉണ്ട്, പെട്ടട്ടോസ് ഉണ്ട്, സ്റ്റുവേർട്ട് ഉണ്ട്. പിന്നെ 2 സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ ആൽബർട്ടോ റോഡ്രിഗസും ടോം അൾഡറും ഉണ്ട്. ഞാൻ ഈ പറയുന്ന ആദ്യത്തെ 4 അറ്റാക്കേഴ്സിന് വേണ്ടി തന്നെ മിനിമം ഒരു 10 കോടി രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു ക്ലബ് പോലും അവരുടെ മൊത്തം ഫോറിനേഴ്സിന് വേണ്ടി പോലും അത്ര പോലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഇല്ല. അതിനേക്കാൾ വളരെ കുറവായിരിക്കും എന്ന് പറയുന്നൊരു സത്യാവസ്ഥ തന്നെ. ഈ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് വിശാൽ കേത്ത്, സുഭാഷിഷ് ബോസ്, ലിസ്റ്റൺ, ആഷിഖ് കുരുണിയൻ, അപ്പുയ, സഹൽ, മൻവീർ സിംഗ് തുടങ്ങിയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും പ്ലേയേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ടീമുകളുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരു CEO ഉണ്ട്, സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുന്ന ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഒരു മികച്ച സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാമെന്ന് പറയുന്നത് നോക്കേണ്ട കാര്യമാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം പറയാം, ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കുറഞ്ഞ പ്ലേയേഴ്സിനെ ഉപയോഗിച്ചിട്ടുള്ളൊരു ടീമാണ് മോഹൻ ബഗാൻ. ആകെ 21 പ്ലേയേഴ്സ് മാത്രമാണ് അവർക്ക് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ താഴെയാണ്. 29 പ്ലേയേഴ്സിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാൾ 32 പ്ലേയേഴ്സിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ 2 പേരുടെ സ്ഥാനം എവിടെയാണ്? ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലാണ് പോയിന്റ് ടേബിൾ ഫിനിഷ് ചെയ്തത്. എന്നാൽ ഏറ്റവും കുറവ് ഉപയോഗിച്ച് വളരെ സ്ക്വാഡ് ഡെപ്ത് ഉണ്ടെന്ന് പറയുന്ന മോഹൻ ബഗാൻ 21 പ്ലേയേഴ്സിനെ മാത്രം ഉപയോഗിച്ചാണ് ഷീൽഡും കപ്പും ഒക്കെ അടിച്ചത്. ഇതാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം. അതായത് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുന്നവരെയൊക്കെ കുറ്റം പറയുന്ന സമയത്ത് പലരും പറയും ഓണേഴ്സ് പൈസ കൊടുത്താലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം അതിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ കിട്ടുന്ന പണം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു ഫാക്ടറുണ്ട്. റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പം അവിടെ പ്രശ്നങ്ങൾ പറ്റുന്നത് കൊണ്ടാണ് സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുന്നവരെ നമ്മൾ കുറ്റം പറയുന്നത്. എങ്ങനെയാണ് ഈ 21 പ്ലേയേഴ്സിനെ വെച്ച് മാത്രം മോഹൻ ബഗാൻ ഈ സീസൺ ഉടനീളം ISL കളിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പം ഗോൾ കീപ്പിംഗ് പൊസിഷൻ വരുമ്പോഴത്തേക്കും വിശാൽ ഖേത്താണ് ഒരു മെയിൻ ഗോൾ കീപ്പർ എന്ന നിലയിലുള്ളത്. വിശാൽ ഖേത്ത് തന്നെയാണ് മെജോറിറ്റി മാച്ചസും കളിച്ചിട്ടുള്ളത്. ആകപ്പാട് ഒരു മാച്ച് മാത്രമാണ് ധീരജ് സിംഗ് കളിച്ചത്. ധീരജ് സിംഗും ഒരു സെക്കൻഡ് ഗോൾ കീപ്പർ എന്ന നിലയിൽ ഏത് ടീമിൻ്റെ സെക്കൻഡ് ഗോൾ കീപ്പർ എന്ന നിലയിലും ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ
തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇനി നമുക്ക് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരാം. അൻവർ അലി പോയ സാഹചര്യത്തിൽ അവർക്കൊരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 2 വിദേശ സെൻറ്റർ ബാക്കുകളാണ്, ആൽബർട്ടോ റോഡ്രിഗസും ടോം അൽറെഡും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന നിലയിലുള്ളത് ദീപേന്ദു ബിശ്വാസാണ്. അപ്പോൾ ഇതിലൊരാൾ വിദേശ സെൻറ്റർ ബാക്സിൽ ഒരാൾ കളിക്കാത്തൊരു സാഹചര്യത്തിൽ ദീപേന്ദു ആണ് പൊസിഷനിൽ കളിച്ചിട്ടുള്ളത്. ദീപേന്ദു ആ പൊസിഷനിൽ മാത്രമല്ല, റൈറ്റ് ബാക്കിൽ ഇപ്പോൾ ആശിഷ് റായിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തും അവിടെ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സൗരവ് എന്ന് പറയുന്ന മറ്റൊരു പ്ലെയറും കൂടി ഉണ്ട്. താരതമ്യേന നമ്മൾ നോക്കുമ്പോഴത്തേക്കും റൈറ്റ് ബാക്ക് കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആയിട്ട് വേണേൽ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം പറയാം. പക്ഷേ ദീപേന്ദു അവിടെ കളിക്കുമ്പോഴും മികച്ച രീതിയിൽ കളിക്കുന്നു. സൗരവ് കളിച്ചപ്പോഴും ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്താൻ സാധിച്ചു. അതല്ലാത്തപ്പോൾ പിന്നെ ഫോർമേഷൻ ചേഞ്ചസ് ഒക്കെ നടത്തുന്നുണ്ട്, അത് വേറൊരു വിഷയം. ഇനി നമുക്ക് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴും നമുക്കറിയാം സുഭാഷിഷ് ബോസ് മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു പ്ലെയർ. അമൻദീപ് എന്ന് പറയുന്നൊരു പ്ലെയർ അവിടെ കളിച്ചിട്ടേ ഇല്ല. അവിടെ എന്താണ് ചെയ്തത്? സുഭാഷിഷ് അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ആഷിഖ് കുര്യനെയാണ്. ആഷിഖ് കുര്യൻ ഒരു ലെഫ്റ്റ് ബാക്കും ലെഫ്റ്റ് വിങ്ങിലും ഒരു ഓപ്ഷനായിട്ട് കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. ഇനി നമുക്ക് മിഡ്ഫീൽഡ് പൊസിഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അവിടെ ഒരു വലിയ സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. അവിടെ വിദേശ താരങ്ങളുടെ സാന്നിധ്യമില്ല. ഹോൾഡിംഗ് മിഡ്ഫീൽഡ് പൊസിഷൻ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷൻ എന്നൊക്കെ പറയുന്നൊരു സ്ഥാനത്ത് അവിടെ ഈ സീസണിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് അല്ലെങ്കിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് അപ്പൂയ, ദീപക് താങ്കിരി, ഗ്ലാൻ മാർട്ടിൻസ്, അതുപോലെ അനിരുദ്ധ് ഥാപ്പ, അഭിഷേക് സൂര്യവംശി ആൻഡ് സഹൽ ഓൾസോ സെൻട്രൽ മിഡ്ഫീൽഡ് റോളിലാണ് ഈ സീസണിലൊക്കെ കളിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഗ്ലാൻ മാത്രമാണ് ഗെയിം ടൈം ഒട്ടും തന്നെ കിട്ടായിരുന്നത്. അപ്പം അവിടെ ഒരു വിദേശ താരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും മികച്ച ഇന്ത്യൻ താരങ്ങളെ അവിടെ ഇൻക്ലൂഡ് ചെയ്തത്. കാരണം അവിടെ റിസ്ക് എടുക്കാൻ പറ്റില്ല, ഏത് പ്ലെയറാണ് അവൈലബിൾ അല്ലാത്തത്, ഫോം അല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡെപ്ത് ഉള്ളതുകൊണ്ട് അവരുടെ മിഡ്ഫീൽഡിൽ വലിയ പ്രശ്നങ്ങൾ വന്നില്ല. പിന്നെ പുറകിലുള്ളത് നല്ല 2 ഫോറിൻ സെൻറ്റർ ബാക്സും ഒരു ഗോൾ കീപ്പറും ഉള്ളത് കൊണ്ട് അവർക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇനി റൈറ്റ് വിങ് പൊസിഷനിലേക്ക് വരാം. ആകപ്പാട് അതിൽ പറയാനുള്ളൊരു പ്ലെയർ മൻവീർ സിംഗ് ആണ്. അപ്പം മൻവീർ സിംഗ് കളിക്കാത്തൊരു സാഹചര്യത്തിൽ അവിടെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഈ ലിസ്റ്റനെടുത്ത് റൈറ്റിലിട്ടിട്ട് ആഷിഖ് കുര്യനെ ലെഫ്റ്റിലോട്ട് ഇടുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, പ്ലേയേഴ്സിനെ, അതായത് ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ മാക്സിമം യൂട്ടിലിറ്റി പ്ലേയേഴ്സായിട്ട് സ്ക്വാഡിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ വിദേശ താരങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അറ്റാക്കേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും വിദേശ താരങ്ങളുടെ ഒരു സാന്നിധ്യം തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഗ്രെക്സ്വേർട്ട്, പെട്രട്ടോസ്, കമ്മിൻസ്, മക്കലാറിന്, ഇതിൽ മക്കലാറിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഡിഫറെൻറ്റ് പൊസിഷൻസിലും കൂടി കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ക്വാഡ്, അറ്റാക്കിംഗ് സ്ക്വാഡിനെ ഗുണകരമായിട്ട് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സുഹൈൽ ഭട്ട് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സാന്നിധ്യവും അവിടെ ഉണ്ട്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാം. ഗോൾ കീപ്പിംഗ് പൊസിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത് സച്ചിൻ സുരേഷാണ്. സച്ചിൻ സുരേഷ് ഓൾറെഡി ലാസ്റ്റ് സീസൺ ഇഞ്ചേർഡ് ആയിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. എന്നിട്ട് കൂടി നമുക്കൊരു മികച്ച ഗോൾ കീപ്പറെ അവിടെ അവൈലബിൾ ആയിട്ട് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു. സച്ചിൻ സുരേഷ് വന്നിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് പകരം വന്ന സോംകുമാർ വളരെ യങ്ങാണ്, പ്രൊഫഷണൽ കരിയർ, സീനിയർ കരിയർ തന്നെ ആരംഭിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലൂടെയാണ്. അതൊക്കെ നമ്മളെ ബാക്ക് ഫെയർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഉണ്ടായിരുന്നത് നോറ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹം അവസാന ഘട്ടമൊക്കെ എത്തിയപ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഗോൾ കീപ്പിംഗ് പൊസിഷൻ മൊത്തത്തിൽ പാളി എന്നുള്ളൊരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരാം. ലെസ്കോവിച്ച് എന്ന് പറയുന്ന ഒരു താരം പോയി. ആ സ്ഥാനത്തേക്ക് നമുക്കൊരു മികച്ച സെൻറ്റർ ബാക്കിനെ എത്തിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ നമ്മൾ കൊണ്ടുവരുന്ന മിലോസ് ആണ് ഉണ്ടായിരുന്നത്. മിലോസ് കഴിഞ്ഞ സീസണിൽ തന്നെ പ്രൂവ് ചെയ്തതാണ്. അദ്ദേഹം വളരെ മികച്ചൊരു സെൻറ്റർ ബാക്ക് ഒന്നുമല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ISL ക്ലബ്ബുകളിലെ സെൻറ്റർ ബാക്സിൽ ഒരു ടോപ്പ് 10 സെൻറ്റർ ബാക്സിൽ ഒരാൾ പോലും അല്ല മിലോസ് എന്ന് പറയും. അപ്പം അദ്ദേഹത്തെയാണ് നമ്മൾ അവിടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു ഓപ്ഷൻ കോയിഫാണ്. കോയിഫിനെ ഞാൻ ഒരിക്കലും ഒരു സെൻറ്റർ ബാക്ക് എന്ന് പറയില്ല. അദ്ദേഹം ഒരു DM എന്ന് പോലും പറയാൻ പറ്റില്ല. കൂടുതലും അദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ ആണ് അദ്ദേഹം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ പ്രീതം ആദ്യ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ പിന്നെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഹോമി പാമ്പിൻ്റെ അവസ്ഥയും എന്താണ് നമ്മൾ ഈ സീസണിൽ കണ്ടതാണ്. ഇതാണ് പറഞ്ഞത്, അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. 2 നല്ല സെൻറ്റർ ബാക്സ് എന്ന് പറഞ്ഞാൽ ഇൻ പേപ്പറിലുണ്ട്. പക്ഷേ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ നമുക്ക് വിദേശ സെൻറ്റർ ബാക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അധോഗതി, അത് ഒരു പ്രശ്നം തന്നെയാണ്. ഇതിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനാണ് നമുക്ക് താരതമ്യേന ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയാൻ പറ്റുന്നത്. നവോച്ച സിംഗ് നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചു. അതുപോലെ ഐബാൻ ദോഹ്ലിംഗ് ആണ്. ദോഹ്ലിംഗ് ഇടയ്ക്ക് അവൈലബിൾ ആവും, അൺഅവൈലബിൾ ആവുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അവിടെ നമുക്ക് നവോച്ച കൂടുതൽ സമയത്തൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ റൈറ്റ് ബാക്ക് പൊസിഷനാണ് മക്കളെ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ദുരന്തം എന്ന് പറഞ്ഞാൽ. കാരണം പ്രബീർ ദാസൊക്കെ കഴിഞ്ഞ വർഷം തന്നെ മനസ്സിലായതാണ് അദ്ദേഹത്തിന് ഇഞ്ചറിയാണ്, ഫിറ്റ്നസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. എന്നിട്ട് കൂടി നമുക്ക് അവിടെ ഒരു പ്ലെയറെ സൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് പിന്നെ ഒരു റൈറ്റ് ബാക്കേ സ്കോഡില്ല എന്നുള്ളതാണ്. അവിടെ കളിപ്പിക്കുന്ന പ്ലെയർ സന്ദീപ് സിംഗ് ആണ്. സന്ദീപ് സിംഗ് ഒരു ഫുൾ ബാക്ക് എന്ന അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്ന നിലയിലൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ കോച്ചിന് ആവശ്യം അതായിരുന്നു എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് സന്ദീപ് കഴിഞ്ഞ സീസണിൽ ഫെയിലിയർ ആയി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഐബാൻ ഒരിക്കലും ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് അല്ല. അദ്ദേഹം റൈറ്റ് ഫുട്ടോട്ട് കളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇട്ട് കളിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്.
അത് ടോട്ടലി ഒരു ഡിസാസ്റ്ററായി. ജനുവരിയിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സീസൺ തുടങ്ങി മെയിൻ പ്ലെയറിന് ഇഞ്ചുറി പറ്റി അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലെയർ അങ്ങനെ കളിച്ച് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയതിൻ്റെ അനന്തരഫലമാണ് കണ്ടത്. അതിനോടൊപ്പമാണ് നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ജീക്സൺ പോയി. പകരം ഒരു ഓപ്ഷനെ പോലും എത്തിക്കാൻ സാധിച്ചില്ല. ഒരു വിദേശ പ്ലെയർ എത്തും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കൊയ്ഫ് അങ്ങനത്തെ ഒരു പ്ലെയറേ ആയിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെഡിയാണ്. സോ ഫ്രെഡി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഫ്രെഡി ഒരു വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള DM ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ 37 ഗോളുകൾ കൺസീഡ് ചെയ്തു. ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിൻ്റെ പ്രശ്നവും ഡിഫൻസിലെ പ്രശ്നവും ഗോൾ കീപ്പിങ്ങിൻ്റെ പ്രശ്നമൊക്കെ കാരണം അത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഗോളുകളൊക്കെ അടിക്കാൻ പറ്റിയെങ്കിലും ബാക്ക് ഫെയർ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറി. സോ അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ ഒരു ഫോറിൻ പ്ലെയർ ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ 2-3 ഓപ്ഷൻസ് വേണമായിരുന്നു. അവിടെയാണ് ഒരേ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ കളിക്കേണ്ട സാഹചര്യം വന്നത്. അത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്ലേയേഴ്സിനെ ഇപ്പോൾ ഡാനിഷിനെയൊക്കെ അവിടെ ഉപയോഗിക്കാമെന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഈ ഡാനിഷിനെയൊക്കെ പലരും കുറ്റം പറയുന്നതാണ്. പുള്ളിയെ ഏത് പൊസിഷനിൽ കളിപ്പിക്കാനാണെങ്കിലും അവിടെ കളിപ്പിച്ച് അങ്ങനെ ഒരു രീതി കളിപ്പിക്കുന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി ആ പ്ലെയർ ഒരുപാട് കുറ്റം പറയാൻ ആഗ്രഹിക്കാത്തത്. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട്. ഇപ്പം ബിബിനുണ്ട്, ഡാനിഷ് ഉണ്ട്, യൊഹിംബ ഉണ്ട്, അസറുണ്ട്, അങ്ങനത്തെയൊക്കെ കുറേ പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓൾസോ കൊയ്ഫിൻ്റെ കാര്യവും നമുക്ക് അവിടെ പറയാം. അത്രയും ഇന്ത്യൻ പ്ലേയേഴ്സ് ഉള്ളിടത്താണ് കൊയ്ഫിനെ പോലെ സെൻട്രൽ മിഡ്ഫീൽഡ് ടൈപ്പ് പ്ലെയറും കൂടി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നെ അറ്റാക്ക് മിഡ്ഫീൽഡ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂണ തന്നെയാണ്. പിന്നെ നമുക്ക് ലെഫ്റ്റ് വിങ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഐമൻ, അതിനോടൊപ്പം തന്നെ അമ്മാവിയ എന്ന് പറയുന്ന താരത്തെ സൈൻ ചെയ്തു. ബ്രൈസ് മിറണ്ട ഓൾറെഡി ഉണ്ട്. സോ അതിനോടൊപ്പം നമ്മൾ നോവ സദോയും കൂടി ചെയ്തു. അപ്പോൾ അവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഔട്ട്പുട്ട് എന്താണ്? നമുക്കവിടെ നോവയെ മാത്രമല്ലേ കളിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ പ്ലേയേഴ്സും അങ്ങനെ ഇരുന്ന് പോകുന്നൊരു സാഹചര്യമല്ലേ ഉണ്ടായിരുന്നത്. എന്നാൽ റൈറ്റ് വിങ് പൊസിഷനിലേക്ക് വരുന്ന സമയത്താണ് അവിടെ ദാരിദ്ര്യം. അവിടെ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവൈലബിൾ അല്ല. രാഹുലാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. സൗരവ് ആദ്യം തൊട്ട് തന്നെ ഇഞ്ചുറി ആവുന്ന സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലെയർ ഇല്ല എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കോറു സിംഗ്, അദ്ദേഹം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ 20യുടെ ഭാഗമായിട്ട് പോയ പ്ലെയറാണ്. അദ്ദേഹം അവിടെ ക്വാളിഫൈഡ് ആകാത്തതുകൊണ്ടാണ് തിരിച്ച് റിസർവ് ജോയിൻ ചെയ്യുന്നത്. അവിടെ നമുക്കൊരു പ്ലെയർ ഇല്ലാത്തതുകൊണ്ടാണ് കോച്ച് താരത്തെ കളിപ്പിക്കുന്നതും. പ്ലെയർ നന്നായിട്ട് കളിച്ചു. പിന്നീട് അദ്ദേഹം ഒരു ഫസ്റ്റ് 11 പ്ലെയറായിട്ട് മാറുന്നത്. ഇനിയിപ്പോൾ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹെസൂസ് ജിമിനസ് ഉണ്ട്. അദ്ദേഹം നല്ല പ്ലെയർ തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നമുക്ക് കോമി പെപ്രയാണ്. പെപ്ര അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഹെസൂസ് കളിക്കാത്ത മത്സരങ്ങളിൽ പെപ്ര ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുമ്പോൾ നമുക്കറിയാം അതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അദ്ദേഹം ഒരു പ്രോപ്പർ ബോക്സിനകത്ത് നിന്ന് അങ്ങനെ കളിക്കുന്ന പ്ലെയറല്ല. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി തന്നെ ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ എന്ന ലെവലിലാണ് അദ്ദേഹത്തിന് കൂടുതൽ തിളങ്ങാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ചെയ്യാനാകുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞില്ല മോഹൻ ബഗാനെ പോലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തുകയേ ചെയ്യേണ്ട. പക്ഷേ നമുക്ക് 6 വിദേശ താരങ്ങളും ഒരേപോലെ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആകുക എന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകും. അതായത് 2-3 ക്വാളിറ്റി പ്ലേയേഴ്സ്, ബാക്കി കുറച്ച് ആവറേജ് തട്ടിക്കൂട്ടാം എന്ന് പറയുന്ന രീതിയാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആൻഡ് FC ഗോവ. അവരുടെ ഒരു സ്കൂൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു സെൻട്രൽ ഫോർവേഡ് ഉണ്ട്, പ്രോപ്പർ ഒരു സെൻറ്റർ ബാക്ക് ഉണ്ട്, ബാക്കി പ്ലേയേഴ്സ് ഒരു യൂട്ടിലിറ്റി പ്ലേയേഴ്സാണ്. അതേ മോഡലിൽ തന്നെ നമുക്കൊരു ഫോറിൻ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് ക്വാളിറ്റി പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഈസിയാവും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ മോഹൻ ബഗാൻ്റെ കാര്യം എടുക്കാം. അവരുടെ ഫോറിനേഴ്സിനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, മോഹൻ ബഗാനിലെ മെജോറിറ്റി ഓഫ് പ്ലേയേഴ്സ് വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അവിടുത്തെ A ലീഗിൽ നിന്ന് അല്ലെങ്കിൽ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ എന്ത് സാലറി കൊടുക്കണമായിരിക്കും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ മക്ലാറിനെ ആണെങ്കിലും കമ്മിൻസിനെയൊക്കെ ആണെങ്കിലും ആ ലെവലിലാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പം ഒരു നല്ല പേ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഇതേ ക്വാളിറ്റിയുള്ള ഇതേ സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഇതേ ഇൻ്റർനാഷണൽ ഒന്നും ആയിരിക്കത്തില്ല പ്ലേയേഴ്സിനെ എത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നൊരു ഫാക്റ്റുണ്ട്. അതിനൊക്കെ വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ അലാദിൻ അജാരെ പോലത്തെ ഈ സീസണിൽ മിന്നി തിളങ്ങിയിട്ടുള്ള പേര്. അതേപോലെ തന്നെ ഒരുപാട് പേരുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഡയാസിൻ്റെയും ദിമിയുടെയും അൽവാറോടെയും ഒക്കെ പേര് നമുക്ക് ആ ഒരു തരത്തിൽ പറയാൻ പറ്റും. അങ്ങനെ ഭയങ്കര സ്റ്റാറായിട്ട് നാഷണലിൻ്റെ ഒരു ഇതായിട്ട് കൊണ്ടുപോകുന്നതല്ല. ലൂണ ഉൾപ്പെടെയുള്ള താരങ്ങൾ, ലെസ്കോവിച്ച് ഉൾപ്പെടെയുള്ള താരങ്ങൾ. അപ്പം അതേ രീതിയിൽ സ്കൗട്ട് ചെയ്യണം. അതിപ്പോൾ ഒരു സീസണിൽ സ്കൗട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അതിനാണല്ലോ പണം കൊടുത്ത് സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കാൻ സ്പോർട്ടിംഗ് ഡയറക്ടറെയും CEO ഒക്കെ നിയമിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഏത് തരത്തിലാണ് ഒരു സ്ക്വാഡ് ബിൽഡിംഗ് നടത്തേണ്ടത്, അതും ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ എന്നുള്ള കാര്യത്തിലേക്ക് വരാം. പക്ഷേ ചില ഇടങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേ പറ്റുള്ളൂ. ആ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. ഗോൾ കീപ്പിംഗ് പൊസിഷൻ, റൈറ്റ് ബാക്ക് പൊസിഷൻ, ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷൻ, ഇന്ത്യൻ താരങ്ങളെയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായും ഫീ കൊടുത്തിട്ടാണെങ്കിലും പ്ലേയേഴ്സിനെ കൊണ്ടുവരണം.
ആദ്യം നമുക്ക് ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരാം. അവിടെ നമ്മുടെ അവസ്ഥ വളരെ ശോചനീയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് തന്നെ ഒരു നല്ല ഗോൾ കീപ്പറാണ്. ഒരു നല്ല ഗോൾ കീപ്പർ ഉണ്ടായാൽ ടീമിനുണ്ടാകുന്ന ഗുണങ്ങൾ അത് നോർത്ത് ഈസ്റ്റ് തന്നെ ഒരു വലിയ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനാണ്. ഗുർമീത് വന്നതിന് ശേഷം ഉണ്ടായ ചേഞ്ചസ് നമുക്ക് വളരെ വിസിബിളാണ്. അതിന് മുമ്പ് കഴിഞ്ഞ സീസൺ ഗോൾ കീപ്പിംഗ് എറേഴ്സ് അവരെ വല്ലാണ്ട് ബാക്ക് ഫെയർ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു പ്ലെയറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സച്ചിനെയോ നോറയോ സെക്കൻഡോ തേർഡോ ഗോൾ കീപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ പറയുന്ന പോലെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ഇത്തവണത്തെ ശോചനീയ അവസ്ഥ കൊണ്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ എന്താണെങ്കിലും ഈ തുകയ്ക്ക് കിട്ടില്ല. അതായത് ഇത്തവണ ഗോൾ കീപ്പിംഗ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇതിൽ കിട്ടില്ല. പക്ഷേ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷൻ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ പറയുന്നതൊക്കെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു സ്കോഡാണ്. ഇപ്പം മോഹൻ ബഗാൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം പോർട്ട് ചെയ്തതും ഇതുമായിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ഇനി വിങ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഐബാൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല വിങ് ബാക്സിനെ ഒഴിവാക്കി നമുക്ക് ഞാൻ പറയുകയാണ് ഒരു ടോപ്പായിട്ടുള്ള 3 വിങ് ബാക്സ് മതി. അതിലിപ്പോൾ അമയെ നമ്മൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. നവോച്ച സിംഗ് ഉറപ്പായിട്ട് നമുക്ക് വേണം. അതിനോടൊപ്പം നമുക്ക് അഭിഷേക് സിംഗിനെ കൂടി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ 3 പ്ലേയേഴ്സ് തന്നെ മതി. പിന്നെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള പ്ലെയർ ഒരു സ്ക്വാഡ് പ്ലെയർ എന്ന നിലയിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇതിൻ്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ അമയ പ്രോപ്പർ റൈറ്റ് ബാക്കിൽ തന്നെ കളിക്കുന്ന പ്ലെയറാണ്. അഭിഷേക് സിംഗ് ആണെങ്കിൽ റൈറ്റ് ബാക്ക് ആണ്, പക്ഷേ ലെഫ്റ്റ് ബാക്കിൽ ഒരേപോലെ കളിക്കാൻ പറ്റും. ഈ സീസൺ കൂടുതൽ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന പ്ലെയറാണ്. നവോച്ച ലെഫ്റ്റ് ബാക്ക് പ്ലെയറാണ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ റൈറ്റ് ബാക്കിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കുറഞ്ഞ പ്ലേയേഴ്സിനെ വെച്ച് പോലും നമുക്ക് ഒരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത്തവണ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ഈ പറഞ്ഞ വിങ് ബാക്ക് പൊസിഷൻ സെറ്റാക്കാൻ പറ്റും എന്നുള്ള കാര്യമുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരാം. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ലെസ്കോയ്ക്ക് പറ്റിയ പകരക്കാരനെ കൊണ്ടുവരണം, മിലോസിനെ തട്ടണം. എന്നിട്ട് അതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നല്ല സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരാം. പിന്നെ മറ്റൊരു പ്ലെയറായിട്ട് ഇപ്പോൾ ലെഗോത്തോർ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിലുള്ള സെൻറ്റർ ബാക്ക്, അദ്ദേഹം അത്യാവശ്യം DM കൂടെ കളിക്കുമെങ്കിൽ അത് സെറ്റാണ്. അതിനോടൊപ്പം നമുക്ക് ബികാഷ് സിംഗിനെ മതി. പിന്നെ ഒരു യങ്സ്റ്ററോ വല്ലതും ഒരു CB എന്ന റോളിൽ പ്രോമിസിങ് ആയിരിക്കണം, വെച്ചാൽ മതി. ഹോമി പാമിനെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഹോമി പാം എല്ലാവരും പറയുന്നത് നമുക്ക് ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഇത്രയും എമൗണ്ട് അല്ലെങ്കിൽ സാലറി കൊടുക്കുന്ന ഒരു പ്ലെയറെ വെക്കേണ്ട ആവശ്യമില്ല. ആ എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് മറ്റ് പൊസിഷൻസിലാണ് ഉപയോഗിക്കാൻ കഴിയേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അതേ ഒരു എമൗണ്ടിൽ അതിനേക്കാൾ മികച്ചൊരു സെൻറ്റർ ബാക്ക് ഒരു സ്ക്വാഡിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി DM പൊസിഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. യോയൽ വാനിയഫിനെ പോലെ, പ്രൈം അഹമ്മദ് ജാഹുവിനെ പോലെ അങ്ങനത്തേക്ക് ഒരു പ്ലെയർ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഫ്രെഡ് മാത്രം മതി അവിടെ മറ്റൊരു ഓപ്ഷനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു CB DM കളിക്കുന്ന ഒരു പ്ലെയറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഡെപ്ത് വലുതാണ്. കുറഞ്ഞ പ്ലേയേഴ്സിനെ വെച്ച് ഇതാണ് ഈ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മോഡേൺ ഫുട്ബോളിൽ ഇങ്ങനത്തെ ഒരു വേഴ്സറ്റൈൽ അല്ലെങ്കിൽ യൂട്ടിലിറ്റി പ്ലേയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. സെൻട്രൽ മിഡ്ഫീൽഡ്സ് കാര്യമായിട്ടുള്ളൊരു മാറ്റങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സ് തന്നെ നമുക്ക് വിപിൻ നല്ല ക്വാളിറ്റി പ്ലെയറാണ്, ഡാനിഷ് നല്ല വർക്ക് റേറ്റ് ഇടുന്ന പ്ലെയറാണ്, അസർ ഓൾസോ ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. ഇനി AM-ൽ അത് കോച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൂണ വേണോ അതോ മറ്റൊരു ക്വാളിറ്റി AM-നെ വേണോ എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ സ്കൗട്ട് ചെയ്ത് ഒന്നുകിൽ ലൂണയെ നിലനിർത്തുക അല്ലെങ്കിൽ ലൂണയെ പോലത്തെ ആ ക്വാളിറ്റി ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ കോച്ചിൽ അധിഷ്ഠിതമായിട്ടിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് വിങ്ങിലേക്ക് വരാം. അപ്പം ലെഫ്റ്റ് വിങ്ങിൽ നോവയുണ്ട്. നോവയെ ഒഴിവാക്കുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള വിങ്ങേഴ്സ് തന്നെ മതി. ഇനി ലോണിൽ പോയ പ്ലേയേഴ്സിനെ പോലും തിരിച്ചെത്തിക്കേണ്ട എന്താണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നോവയ്ക്കൊപ്പം ഐമൻ, അമ്മാവിയ ആൻഡ് കോറു സിംഗ് ഇവരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതല്ല നോവ പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് വിങ്ങിൽ ഓപ്ഷൻസ് വേണം എന്നുള്ളതാണ്. ഇപ്പം റൈറ്റ് വിങ്ങിൽ മറ്റൊരു ഓപ്ഷൻ കൂടി നമുക്ക് ഉറപ്പായിട്ടും വേണ്ടതുണ്ട് കോറുവിന് പകരക്കാരനായിട്ട്. പിന്നെ മറ്റൊരു ഏതെങ്കിലും ലോണിൽ പോയ പ്ലെയർ തിരിച്ചു വന്നാലും ഒക്കെ നന്നായിരിക്കും. അപ്പോൾ നോവ ഒഴിവാകുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് സെൻട്രൽ ഫോർവേഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വിങ്ങിൽ ഓൾറെഡി പ്ലെയേഴ്സ് ഉള്ള സാഹചര്യത്തിൽ. അപ്പോൾ ഹെസൂസിനൊപ്പം ആ ഒരു പ്ലെയർ AM ആൻഡ് CF കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പറഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി പ്ലെയർ. അപ്പം ഗൊരക്സേനയുടെ കാര്യം എടുക്കാം. അദ്ദേഹം ഒരു AM ആൻഡ് വിങ്ങിലേക്ക് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ സെൻട്രൽ ഫോർവേഡിൽ ഒരുപാട് മത്സരങ്ങളിൽ ഈ തവണ യൂസ് ചെയ്യുന്നുണ്ട്, പലപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറെ കിട്ടിയാൽ അതല്ലെങ്കിൽ ഇപ്പം ഹെസൂസ് തന്നെ കുറച്ചും കൂടി ഒരു AM ട്രൈറ്റുള്ള പ്ലെയറാണ്. ആ തരത്തിൽ ഉപയോഗിച്ചിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള സെൻട്രൽ ഫോർവേഡിനെ എത്തിച്ചു കഴിഞ്ഞാലും നമ്മുടെ സ്കോഡ് ബെറ്റർ ആക്കാൻ പറ്റും. അതിനോടൊപ്പം ഈ പറയുന്ന പോലെ ഇഷാൻ പണ്ഡിതയ്ക്ക് വേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതിന് പകരം നമുക്ക് പറഞ്ഞതുപോലെ ഇപ്പം ശ്രീകുട്ടനോ അല്ലെങ്കിൽ ഒരു യങ്സ്റ്ററോ ഒക്കെ ആണെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് ഉണ്ടാകുകയാണ്. അപ്പം നമുക്ക് പറഞ്ഞില്ലേ കൃത്യമായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു സ്കോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് എത്ര പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തീരുമാനിക്കേണ്ടത് സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുന്നവരാണ്. അതല്ലാണ്ട് പറയുന്ന പോലെ ഇന്നടുത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന ഉപയോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ള
വൃത്തികെട്ട ചിന്ത വെച്ചിട്ട് ആ ഒരു കാര്യത്തിൽ സമീപിക്കാൻ നിന്ന് കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ. സോ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഷോപ്പ് ഫുട്ബോളിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് വിൻറ്റേജ് ആയിട്ടുള്ള ഫുട്ബോൾ ടീഷർട്ട്സ്, ജോഗേഴ്സ്, ജാക്കറ്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഷോപ്പ് ഫുട്ബോളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹബീബി 20 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അപ്പം എന്താണേലും ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ. ഞാൻ സനിയ.